കാട്ടാന ആക്രമണത്തിൽ പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. വലിയ പ്രതിഷേധം അവിടെ ആ പ്രദേശത്ത് ഇടയ്ക്ക് കാട്ടാന ആക്രമണമുള്ള ശല്യമാണ്, കാട്ടാന സാന്നിധ്യമുള്ള ശല്യമാണ് എന്ന് പറയുന്നു. കാളിദാസൻ ദേവത്വം ചെയ്യുന്നു. കാളിദാസൻ 2 ആഴ്ച മുമ്പ് അവിടെ കാട്ടാന സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഒന്നാം തരം റോഡാണ്, ആളുകൾ പോകുന്ന റോഡാണ്, വണ്ടി പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെ ആനയുടെ മുന്നിൽ പെട്ടുപോയതാണ്, ആക്സിഡൻ്റ് ആണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ആളി അങ്ങനെ തന്നെയാണ് ഹാഷ്മി. കാരണം കാട്ടാനയുടെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഈ ആനയുടെ സാന്നിധ്യം അല്ലെങ്കിൽ 1-2 ആനയുടെ സാന്നിധ്യമൊക്കെ തന്നെ നേരത്തെ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കൃത്യമായുള്ളത് മേപ്പാടി ടൗണിലാണ്. മേപ്പാടി ടൗണിൽ നിന്ന് അല്പം നമുക്ക് ചുരന്മലയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മേപ്പാടി ടൗണിൽ പ്രതിഷേധിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ട്. റോഡ് തടഞ്ഞ്, വണ്ടികൾ തടഞ്ഞുള്ള പ്രതിഷേധമാണ് ഇവിടെ. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി റോഡ് ഉപരോധിച്ച് അവിടെ നടുക്ക് ഇരുന്നിരിക്കുകയാണ്. ചേച്ചി, എന്താ ഇപ്പം എന്താ നിങ്ങളുടെ എന്താ തീരുമാനം? ആ കുട്ടിക്ക് ഒരു ജോലി വേണം. ഇവരെത്രയാണോ പൈസ പറഞ്ഞത്, ഞങ്ങൾക്ക് DFO പറഞ്ഞ പൈസക്ക് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് പുത്തുമല ടൗണിൽ കൂടെ, പുത്തുമല പാടി കൂടെ ഇറങ്ങി നടന്ന് പിരിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും. ഏലവയൽ, പുത്തുമല, ഞങ്ങൾ ചെറിയ ചെറിയ ഗ്രാമക്കാരാ. ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നക്കാരേ അല്ല. ഇന്ന് 5 ലക്ഷം തന്ന് വരും ദിവസം പറ്റൂല 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 ഇപ്പൊ തന്നെ പറ്റൂല. അത് ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല. 5 ലക്ഷം കൊണ്ടൊന്നും ഒന്നും ആവൂല. നിങ്ങൾ 14 തരാമെന്നാ, 14 ലക്ഷം പറ്റൂല പറ്റൂല പറ്റൂല, അതൊന്നും ആവൂല. ആ കുട്ടി, അവര് 3 പെൺകുട്ടികളാ സുഹൃത്തെ, നിങ്ങൾക്ക് പറയുന്ന വെക്കണം. 3 പെൺകുട്ടികളാ. ഭർത്താവിന് സുഖമല്ല, ഹാർട്ട് ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ, പല ഓപ്പറേഷനുകൾ കഴിഞ്ഞിട്ട് അവര് സെക്യൂരിറ്റി പണി എടുക്കുന്നത്, സെക്യൂരിറ്റിക്കാണ് പണിയെടുക്കുന്നത്. ആ പെണ്ണുങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോയത് ഹോട്ടലിൽ പണിക്കാണ് പോയത്. വയ്യാത്തൊരമ്മ വീട്ടിലുണ്ട്, ഒരു മോളോടെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. ആ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിനെ നോക്കാനും കൂടെയുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് രാവിലെ നീച്ച് പണിക്ക് പോയത്. അപ്പൊ അവർക്കൊരു നീതി വേണ്ടേ? അവർക്ക് നീതി കിട്ടണ്ടേ? ഞങ്ങൾ അതാ ചോദിക്കുന്നുള്ളൂ. നീതിക്ക് വേണ്ടിയുള്ള പ്രതിഷേധമാണ് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ. ഒരുപാട് നിരവധി ആളുകളുണ്ട്. ചേട്ടാ ഈ നേരത്തെ ഉണ്ടായിരുന്നു. 8 ജീവൻ ഇവിടുന്ന് പോയി. 8 ജീവൻ പോയി. അതിൽ 18 ജീവനത്തെ ഇത്തരത്തിൽ പ്രതിഷേധിച്ചിരുന്നു. ഇവരെ തീരുമാനമില്ല. ഫോറസ്റ്റ് വിളിച്ചാൽ ഫോൺ എടുക്കൂല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്നറിയാം. തൊട്ടടുത്തായി 2 ഫോറസ്റ്റ് സ്റ്റേഷനുകളുണ്ട്. 3 ഉണ്ട്. ഞാൻ രാവിലെ 6 മണിക്ക് പോകുന്നത്. ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ചവർ ഫോൺ എടുക്കൂല. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാം. ഞങ്ങൾക്ക് അറിയില്ല എന്ന്. രാവിലെ ഈ സംഭവം ഉണ്ടായപ്പോഴും അവര് അവിടെ ഇല്ല. ഞങ്ങൾ ഓഫീസിൽ പോയിരുന്നു, അവിടെ ആളില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണോ? അതെ. ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അവരറിയുന്നത്. അവരെന്ത് ചെയ്തു ഞങ്ങൾക്ക് അറിയില്ല. അവിടെ ആളില്ല. ഞങ്ങൾ ഓഫീസിൽ പോയപ്പോൾ അവിടെ ആളില്ല. എന്താണ് ഇപ്പൊ നിലവിൽ വണ്ടികൾ തടഞ്ഞ് പ്രതിഷേധിക്കുക? ഇത് ജനങ്ങൾ അറിയണ്ടേ? ഇത് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇത് ജനങ്ങൾ അറിയണം. ഇതൊരു തീരുമാനം കിട്ടണം ഞങ്ങൾക്ക്. ഒരുപാട് സഞ്ചാരികൾ, ഇപ്പൊ ടൂറിസം ഇത് ബന്ധപ്പെട്ട് സഞ്ചാരികൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? എങ്ങനെ ബുദ്ധിമുട്ടെന്ന് ഞങ്ങൾ എന്താ പറയുന്നത്? എങ്ങനെ ബുദ്ധിമുട്ടാവുക? ഒരു ജീവൻ പോയി കിടക്കുക. അവർ നാട് കറങ്ങാൻ വന്നല്ല. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾ അവിടെ ജനിച്ചു വളർന്നു. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം. അതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. വണ്ടികൾ തടഞ്ഞുള്ള പ്രതിഷേധമുണ്ട്. വണ്ടികൾ തടഞ്ഞുള്ള പ്രതിഷേധമാണ്. ഒട്ടനവധി വണ്ടികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അങ്ങനെ ഉയരുകയാണ്. ചേട്ടാ, ഇങ്ങനെ ഒരു പ്രതിഷേധം അറിഞ്ഞായിരുന്നു? എനിക്ക് കുറിച്ച് അറിയില്ല. പെട്ടെന്ന് ഈ വഴി ഇവിടെ തന്നെയുള്ള ആളാണ്? ഇവിടെയുള്ള ആളാണ്. അപ്പം ഇവിടെ തന്നെയുള്ള ആളാണ്. പെട്ടെന്ന് ഈ വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ഈ ഒരു പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ പടിഞ്ഞാറത്തറ, ആ ഒരു ചുരൽമല ഭാഗത്തേക്കൊക്കെ ഒരുപാട് സഞ്ചാരികൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. നിലവിൽ ഈ ഒരു പ്രതിഷേധം കണക്കിലാക്കി പോലീസും അങ്ങോട്ടൊന്നും വിടുന്നില്ല. റോഡ് നെടുനീളെ കിടക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ബ്ലോക്ക് ആയിട്ടുണ്ട്. ഈ മേപ്പാടി റോഡ് നമുക്കറിയാം, ഇതൊരു ഒരുപാട് സഞ്ചാരികളൊക്കെ തന്നെ ഒരുപാട് വരുന്ന വഴിയാണ്. നമുക്കിത് ഈ ഒരു ഭാഗത്താണ് ആ പ്രതിഷേധം അങ്ങനെ കത്തിക്കയറുന്നത്. ഇവിടെ സ്ത്രീകളടക്കം, ദിവസേന പണിക്ക് പോകുന്ന സ്ത്രീകളടക്കം ഇവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. മരിച്ച ജെസ്സിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രതിഷേധം വരുന്നു. വണ്ടികൾ തടയുന്നു. ഇന്നിപ്പോൾ DFO അടക്കം പറഞ്ഞു 5 ലക്ഷം രൂപ ഇന്ന് അടിയന്തര ധനസഹായമായി നൽകും. വരുന്ന ദിവസങ്ങളിൽ ബാക്കി തുക കൂടി, അതായത് മൊത്തം 14 ലക്ഷം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടക്കം 4 ലക്ഷം, മൊത്തം വനംവകുപ്പിൻ്റെ 10 ലക്ഷം, അങ്ങനെ ഇന്നിപ്പോൾ 5 ലക്ഷം രൂപയും നൽകും എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. പക്ഷേ 5 ലക്ഷം രൂപ കൊണ്ടൊന്നും ആകില്ല, ആ ഒരു കുടുംബത്തിനൊന്നും ആകില്ല എന്നുള്ളതും കൂടിയാണ് പ്രതിഷേധിക്കുന്നത്.
പറയുന്നത്, പ്രദേശവാസികൾ അടക്കം പറയുന്നത്. നേരത്തെ തന്നെ കാട്ടാനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശമാണ്. ഇതിനു മുൻപും വനം വകുപ്പിനോട് ഈ കാര്യമൊക്കെ സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷേ അതിനുവേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ ഒരു സംഭവം പ്രദേശവാസികൾ പറഞ്ഞിട്ടാണ് വനം വകുപ്പ് അറിയുന്നത് എന്നുള്ള ഒരു ഗുരുതര ആരോപണം കൂടിയാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. അതായത് തൊട്ടടുത്തായി 2-3 ഫോറസ്റ്റ് സ്റ്റേഷനുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അപകടം, ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുന്നതും ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില വണ്ടികൾ നേരത്തെ ഒരു ആംബുലൻസ് വന്നപ്പോഴൊക്കെ പെട്ടെന്ന് കടത്തിവിട്ടിരുന്നു. അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടികൾ തടയുന്നുണ്ട്. മൊത്തത്തിൽ തടഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. കാശ്മീർ കാളിദാസൻ ദേവദത്തമാണ് വയനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്താണ് ഭരണം മാറി എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടാനകൾ ഇറങ്ങാതിരിക്കുന്നില്ല, ആക്രമണങ്ങൾ തുടരുന്നു, മനുഷ്യന്മാരുടെ ജീവിതം നഷ്ടമാവുന്നു. ഏതാണ് സെയിം പ്രൊസീജിയർ. 5 ലക്ഷം രൂപ കൊണ്ട് ധനസഹായം നൽകൽ, ആശ്രിതർക്ക് ജോലി എന്നുള്ള അഡീഷണൽ ഒന്നുകൂടിയുണ്ട്. ആ നഷ്ടപരിഹാരമൊന്നും മതിയാവില്ല. അവിടെ നേരത്തെയും കാട്ടാൻ ഉള്ള സ്ഥലമാണ്. വനവകുപ്പുകാരെ വിളിച്ച് പറഞ്ഞതാണ്. ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുകയാണ്. നേരത്തെ ഷിബു ബേബി ജോൺ വനമന്ത്രി സംസാരിച്ച് 100 ദിന കർമ്മ പരിപാടിയിൽ അതടക്കം സത്വരശ്രദ്ധ, ഇത് 1-2 ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാകുന്നതല്ല എന്ന് പറയുന്ന ഒരു പരിധിവരെ ശരിയാണ്. എന്തായാലും അടിയന്തരമായി ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടായേ പറ്റൂ. ഇനി കാട്ടാനയ്ക്കും കാട്ടുപന്നിക്കും പുലിക്കും ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ മനുഷ്യജീവനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.